എല്ലാവർക്കും നമസ്കാരം. മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ബജാജ് പൾസർ 125cc മോട്ടോർ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് JKP ബജാജ് നോർത്ത് പറവൂർ ഷോറൂമാണ്. അവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ബജാജിൻ്റെ വെഹിക്കിൾസ് എടുക്കാനുള്ള എൻക്വയറി ഉണ്ടെങ്കിൽ തീർച്ചയായും JKP ബജാജിൽ കോൺടാക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്, ഡെലിവറി അവൈലബിൾ ആണ്, എക്സ്ചേഞ്ച് അവൈലബിൾ ആണ്. എല്ലാ സപ്പോർട്ട് അവർ ചെയ്തു തരുന്നതാണ്. അപ്പോൾ 125cc സെഗ്മെൻറ്റിൽ ഏകദേശം 12 bhp പവർ എമിറ്റ് ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ 2024 ഫെബ്രുവരിയിൽ മാനുഫാക്ചർ ചെയ്തൊരു വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിൽ തന്നെ, അതായത് ഗ്ലോസി ബ്ലാക്കിൽ സിൽവർ സ്റ്റിക്കർ വരുന്നൊരു മോഡലാണ് നമ്മളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വാഹനത്തിന് പുതിയതായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, ഓൺ റോഡ് കോസ്റ്റ് എത്ര വരുന്നുണ്ട്, EMI കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് വരുന്നത്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് മേളിലായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്ക് കളറുള്ള ഒരു അടിപൊളി ഫുൾ ഷീൽഡ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൺവൈസർ നമുക്ക് പറയാം. വാഹനത്തിന് നല്ല വലിപ്പമുള്ള ഒരു അടിപൊളി മിറേഴ്സ് വരുന്നുണ്ട്. ക്ലച്ചിനും ബ്രേക്കിൻ്റെയും ലിവറിന് സെപ്പറേറ്റ് റബ്ബറിൻ്റെ പാഡുകൾ അല്ലെങ്കിൽ ഒരു ഗാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സൺവൈസർ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇപ്പോൾ പുതിയ മോഡലായപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് സൈഡിലായിട്ട് ബോഡി ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു കാർബൺ ഫൈബറും സിൽവറും കൂടി ടച്ച് ബോഡി ഗ്രാഫിക്സും ഫുൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രണ്ട് ഹാലജൻ ഹെഡ്ലൈറ്റ് അല്ല കേട്ടോ, ഇൻഡിക്കേറ്റേഴ്സും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റും പൈലറ്റ് ലൈറ്റ്സും എല്ലാം തന്നെ പഴയ പോലെ തന്നെയാണ്. ഹാലജൻ ബൾബ് തന്നെയാണ് രണ്ടും യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ കളർ പ്രകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ബൾബുകളൊന്നും തന്നെയില്ല, ഒറ്റ ബൾബിൽ തന്നെയാണ് ഈ പ്രകാശം എമിറ്റ് ചെയ്യുന്നത്. ഫ്രണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് തന്നെയും സ്റ്റെമ്മിൻ്റെ ട്യൂബും നല്ല ലോങ് ആയിട്ടുള്ള ട്യൂബാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഹൈലി കംഫർട്ടബിളും സ്റ്റേബിളുമായിട്ടുള്ള ഒരു റൈഡാണ് നമുക്ക് പൾസർ 125 ആയിക്കോട്ടെ 150 ആയിക്കോട്ടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. രണ്ടിലും സെയിം ടു സെയിം ഷോക്കപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്തിട്ടുള്ള വെന്റിലേറ്റർ ഡിസ്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് കളറിൽ കാർബൺ ഫൈബർ സ്റ്റിക്കർ വർക്കുള്ളൊരു മഡ് ഗാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷോക്ക് അബ്സോർബിൻ്റെ രണ്ട് സൈഡിലും റിഫ്ലക്റ്റേഴ്സ് അവൈലബിൾ ആണ്. 80, 100, 17 ടയർ സൈസ് വരുന്നത്. 165 mm ആണ് വണ്ടിയുടെ ആകെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. 148 കിലോയാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. 1320 mm ആണ് ടോട്ടൽ വീൽ ബേസ് വരുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് വരുന്നത്. ഈ ഒരു വാഹനം നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾക്ക് എടുത്ത് കാണിക്കുന്നത് അതിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. പൾസറിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. 12 ലിറ്ററോളം അതിന് കപ്പാസിറ്റി വരുന്നുണ്ട്. 2 ലിറ്റർ റിസർവിന് പോകും. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. 125cc ആണ്, നിങ്ങൾക്കൊരു 50-55 ആ ഒരു റേഞ്ചിൽ മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പഴയ മോഡലിനേക്കാളും അതിൻ്റെ പൾസറിൻ്റെ ആ 3D ബാഡ്ജിങ്ങിന് ഡാർക്ക് ക്രോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. OBD2 സെൻസറും E20 ഫ്യൂൽ സപ്പോർട്ടും നമുക്ക് പൾസർ 125 ലഭിക്കുന്നതാണ്. സ്വിച്ചസിനെ കുറിച്ച് പറയുമ്പോൾ ഇടത്തെ സൈഡിൽ നമുക്ക് ഡിമ്മ് ബ്രൈറ്റ് ഇൻഡിക്കേറ്റർ ഹോൺ ലഭിക്കുമ്പോൾ ഇതിന് മേളിലായിട്ട് പാസ് ബട്ടൺ ലഭിക്കുന്നതാണ്. വലത്തെ സൈഡിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും ജസ്റ്റ് സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ചും മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഒരു ബാർ ഹാൻഡിൽ എന്നല്ല പറയാം, ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് തന്നെയാണ്. സ്പ്ലിറ്റ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽസാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിന് നല്ലൊരു അത്യാവശ്യം നിവർന്ന് നിന്ന് റൈഡ് ചെയ്യാവുന്ന അടിപൊളി റൈഡിംഗ് പൊസിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ മീറ്റർ സെയിം ടു സെയിം ആണ്. പഴയ പോലെ തന്നെ അനലോഗും ഡിജിറ്റലും മിക്സ് ആയിട്ടുള്ള മീറ്ററാണ് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. പക്ഷേ ഡിജിറ്റൽ മീറ്ററിൽ കുറച്ച് ചേഞ്ചസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. പഴയ മീറ്റർ ഉപയോഗിച്ചുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് കത്തി നിൽക്കുന്നതാണ് മനസ്സിൽ. ഈ പുതിയ മോഡലിൽ നമുക്ക് ഡിസ്റ്റൻസ് ടു empty ഫീച്ചർ അവൈലബിൾ ആണ്. അതായത് വാഹനത്തിലുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടുന്നു കാണിക്കും. ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കും. ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള കീ വരുന്നത്. പിന്നെ റണ്ണിങ്ങിൽ എത്ര മൈലേജ് കിട്ടുന്നുള്ള ഒരു ഫീച്ചർ കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. വാഹനത്തിന് ഇപ്പോഴും സിംഗിൾ ബെഞ്ച് സീറ്റാണ് വരുന്നത്. പക്ഷേ സീറ്റിൻ്റെ കുഷ്യനിങ്ങും പാഡിങ്ങും എല്ലാം തന്നെ നല്ലപോലെ മാറിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇരിക്കുന്നത്. ആയിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ റിയർ ഗ്രാബ് റെയിൽ ഇപ്പോഴും ആ നമ്മുടെ 2011 തൊട്ട് വരുന്ന സെയിം ടു സെയിം ഗ്രാബ് റെയിൽ ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. ടെയിൽ കവിളിലും സീറ്റ് കവിളിലും നമുക്കൊരു അടിപൊളി സിൽവർ ബാഡ്ജിങ്ങും 125ൻ്റെ ബാഡ്ജിങ്ങും സ്റ്റിക്കറിൽ ലഭിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സൈഡ് കവറാണ്. സൈഡ് കവറിനെ കുറിച്ച് പറയുമ്പോൾ സൈഡ് കവർ നോർമൽ ബ്ലാക്ക് വന്നിരുന്നു. ഈ പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കാർബൺ ഫൈബറിന് ടച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ബ്ലാക്ക് കളറിലാണ് സൈഡ് കവർ വരുന്നത്. പിന്നെ നമുക്ക് എൻജിൻ കവളും ഓൾറെഡി ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. പഴയ മോഡൽ അത് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ക്രാഷ് ഗാർഡ് സിമ്പിളായുള്ളൊരു ക്രാഷ് ഗാർഡ് അവൈലബിൾ ആണ്. കസ്റ്റം ടൈപ്പ് ക്രാഷ് ഗാർഡുകൾ ഒത്തിരി നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. 2024 മോഡൽ ബജാജ് പൾസർ 125ന് 125cc ആണ് എഞ്ചിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഡ്യുവൽ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സിലിണ്ടർ ഡ്യുവൽ വാൽവ് DTSI ഫ്യൂൽ ഇഞ്ചക്ഷൻ BS6 സപ്പോർട്ട് ചെയ്യുന്ന എഞ്ചിൻ ടെക്നോളജിയാണ് നമുക്കിപ്പോഴും വാഹനത്തിൽ ലഭിക്കുന്നത്.
ഈ എഞ്ചിൻ പുറപ്പെടുവിക്കുന്ന മാക്സിമം പവർ 11.8 BHP ആണ്. അതുപോലെ തന്നെ പുള്ളിംഗ് പവർ ടോർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 10.8 ന്യൂട്ടൺ മീറ്ററോളം നമുക്ക് ടോർക്കും അവൈലബിൾ ആണ്. പുതിയ മോഡൽ ബജാജ് പൾസർ 125ൻ്റെ ടോപ്പ് സ്പീഡ് 112 km ആണ്. നമുക്ക് 0 to 60 കവർ ചെയ്യാനായിട്ട് വെറും 6 സെക്കൻഡ് മാത്രം എടുക്കത്തുള്ളൂ. ഫൈബർ മെറ്റീരിയലുള്ള ഒരു അടിപൊളി എഞ്ചിൻ കൗള് അല്ലെങ്കിൽ എഞ്ചിൻ ഗാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ കളറിൻ്റെ ബോഡി ഗ്രാഫിക്സും ലഭിക്കുന്നുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ലഭിക്കുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ അതുപോലെ തന്നെ എന്താ പറയുക ബാക്കി ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കുന്നില്ല. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ ടേൺ ഓഫ് ഫീച്ചർ എല്ലാം ലഭിക്കുന്നുണ്ട്. പിന്നെ മെയിൻ സ്റ്റാൻഡും അവൈലബിൾ ആണ്. ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സൈഡ് ഫുഡ് റെസ്റ്റ് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ചെയിൻ കവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയിൻ കവർ ഫുൾ മെറ്റൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫൈബറൊന്നും അല്ല, ഫുൾ മെറ്റലിൽ തന്നെ നമുക്ക് ചെയിൻ കവർ ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്യാസ് ഫീൽഡ് ആയിട്ടുള്ള സ്പ്രിംഗ് ലോഡർ സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതൊരു 5 പോയിൻ്റ് നമുക്ക് ആവശ്യം പോലെ ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് മേളിൽ നിന്ന് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷനിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റിയർ സൈഡിൽ നമുക്കൊരു ഫുള്ള് സാരി ഗാർഡ് ലഭിക്കുന്നുണ്ട്. സാരി ഗാർഡിൻ്റെ ഒപ്പം തന്നെ ഫുഡ് റെസ്റ്റും സാരി ഗാർഡിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട്. റിയർ സൈഡ് ടയർ ഹഗ്ഗർ നമുക്ക് ഇൻബിൽറ്റ് കമ്പനി സൈഡിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഈ ബാക്കിൽ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയാമെന്ന് വെച്ചാൽ ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് ആണ്. അത് ഇപ്പോഴും നമ്മുടെ 2010-11 ആ മോഡൽ ചേഞ്ച് വന്നപ്പോൾ കിട്ടുന്ന സെയിം ടു സെയിം LED ടെയിൽ ലൈറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. റിയർ സൈഡ് ഇൻഡിക്കേറ്റേഴ്സും സെയിം ടു സെയിം ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിന് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോഴും വന്നിട്ടില്ല. ഇതാണ് വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഇൻബിൽറ്റ് സൈലൻസർ വരുന്നുണ്ട്. സൈലൻസറിൻ്റെ ഷീൽഡ് വരുന്നത് ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള മെറ്റൽ കൊണ്ട് നിർമ്മിച്ചുള്ള ഷീൽഡാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡ് ടയർ 100-90-17 ട്യൂബ്ലെസ് ടയേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അലോയ് വീൽസും 17 ഇഞ്ച് സൈസ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും വരുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് റിയർ സൈഡ് ഡ്രം ബ്രേക്സ് അവൈലബിൾ ആണ്. അതിൻ്റെ സൈസ് ഏകദേശം 130 mm നോർമൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ഗ്യാസ് ഫീൽഡ് നൈട്രോ സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട്. ഫോൾഡബിൾ ഫുഡ് റെസ്റ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇൻബിൽറ്റ് ഓൾറെഡി കിക്കറും അവൈലബിൾ ആണ്. കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും നമ്മുടെ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതാണ് വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡൽ വരുന്നത്. ആ ഒരു അലൂമിനിയം ഫിനിഷിലാണ് ഇപ്പോഴും വരുന്നത്. കാറ്റലിക് കൺവേർട്ടർ അവൈലബിൾ ആണ്. അതിനൊരു നല്ലൊരു മെറ്റലിൻ്റെ ഷീൽഡും വണ്ടി ലഭിക്കുന്നുണ്ട്. സിംഗിൾ ഹോണാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ഓക്സിജൻ സെൻസറിൻ്റെ പ്ലഗിൻ വരുന്നത്. ഇതാണ് നമുക്ക് നല്ല ഭംഗിയിൽ ഇപ്പോഴും ആ സെയിം ടു സെയിം എഞ്ചിൻ ഗാർഡാണ് ഇപ്പോഴും നമുക്ക് വണ്ടിയിൽ 2020 തൊട്ട് ഈ ഒരു സെയിം ടു സെയിം എഞ്ചിൻ ഗാർഡാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രോപ്പർ 2024 മോഡലാണ്. കണ്ടോ, ജനുവരി 20 മാനുഫാക്ചറിങ് വന്നേക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാറ്ററി വീക്കാണ്, അപ്പോൾ എന്തായാലും സെൽഫ് സ്റ്റാർട്ട് എടുക്കത്തില്ല. നമുക്കൊന്ന് കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡീറ്റെയിൽസ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പൾസറിൻ്റെ ഹൈബ്രിഡ് മോഡലാണ്. പൾസർ 125 കാർബൺ എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഏകദേശം ഓൺ റോഡ് 1,25,000 1,25,000 രൂപയോളം ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഫിനാൻസ് ഇട്ട് എടുക്കാനാണെങ്കിൽ ഏകദേശം ഒരു 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ലോൺ ഇട്ട് വണ്ടി എടുക്കാവുന്നതാണ്. മാസം EMI ഒരു 3,000 രൂപ 3,500 രൂപ റേഞ്ചിലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പിന്നെ ലോണിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ JKB ബജാജിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ആഡ് ചെയ്യുന്നുണ്ട്. അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസും സർവീസ് സപ്പോർട്ടും നിങ്ങൾക്ക് തരുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒന്ന് ഫോളോ ചെയ്താൽ പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.